Hi students, today we are going to discuss about interfacing of DAC 0800 with 8085. In the last video we have discussed about DAC 0800 and DAC 5 അതായത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്തായിരുന്നു? 8558 ഇന്റേണൽ ആയിട്ട് ലാച്ചും കറണ്ട് വോൾട്ടേജ് കൺവേർട്ടർ ഉണ്ടായിരുന്നു. ബട്ട് DAC 0800 does not have an internal latch and current voltage converter. Okay, so നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? DAC 0800നെ 8085 ആയിട്ട് ഇന്റർഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാച്ചും അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് വോൾട്ടേജ് കൺവേർട്ടറും എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഹിയർ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ ഒരു ലാച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളെ കൺവേർട്ടർ DAC 0800ന്റെ കൂടെ നമ്മൾ ലാച്ചും യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? അതായത് കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടറും നമ്മൾ യൂസ് ചെയ്യണം. ബിക്കോസ് DAC 0800 എന്ത് ചെയ്യുക? ഇന്റേണൽ ആയിട്ട് ലാച്ചും കറണ്ട് വോൾട്ടേജ് കൺവേർട്ടറും ഇല്ല. സോ നമ്മൾ രണ്ടും എന്തായിട്ട് കൊടുക്കണം? എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കണം. ഓക്കെ, സോ നമുക്ക് ബേസിക് ആയിട്ട് ഇന്റർഫേസിംഗ് ഓഫ് DAC 0800 with 8085 മാത്രമേ പഠിക്കാനുള്ളൂ. എങ്കിൽ കൂടി ബേസിക് ആയിട്ട് അതിന്റെ പിൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോ നമുക്ക് ബേസിക് ആയിട്ട് DAC 0800ന്റെ പിൻസ് ആണ് നമ്മൾ പറയുന്നത്. നമുക്ക് എത്ര പിന്നാണുള്ളത്? ഇത് ഒരു 16 പിൻ ഐസി ആണ്, 16 പിന്നാണുള്ളത്. ഓക്കെ, ബിറ്റ് B1 മുതൽ B1 മുതൽ B8 വരെയുള്ളത് 8 പിൻസ് നമുക്ക് എന്തിനാണ്? ദേ ആർ യൂസ്ഡ് ഫോർ ഡിജിറ്റൽ ഇൻപുട്ട് ഡാറ്റ. ഓക്കെ, പിന്നെ ഇതിൽ ബേസിക് ആയിട്ടുള്ളത് കറണ്ട് ഔട്ട്പുട്ട്, അതേപോലെ കറണ്ട് ഔട്ട്പുട്ടിന്റെ കോംപ്ലിമെന്റ്, രണ്ട് ഔട്ട്പുട്ടുകളാണുള്ളത്. ഓക്കെ, so that is current output ബാറും ഉണ്ട്, അതുപോലെ തന്നെ കറണ്ട് ഔട്ട്പുട്ടും ഉണ്ട്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് DAC 0800 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ 8-bit ഹൈ സ്പീഡ് കറണ്ട് ഔട്ട്പുട്ട് ഡാറ്റ ആണ് കേട്ടോ. അതൊരു കറണ്ട് ഔട്ട്പുട്ട് ഡാറ്റ ആണ്. നമുക്ക് ഇറ്റ് പ്രൊഡ്യൂസസ് ഔട്ട്പുട്ട് കറണ്ടും ഉണ്ട്, അതുപോലെ തന്നെ കോംപ്ലിമെന്ററി ഔട്ട്പുട്ട് കറണ്ടും ഉണ്ട്, വിച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ടു വോൾട്ടേജ് ബൈ യൂസിങ് എ സിമ്പിൾ റെസിസ്റ്റർ ലോഡ് വെച്ചിട്ട് നമുക്ക് ക്യാൻ ബി കൺവേർട്ടഡ് ടു വോൾട്ടേജ്. ഓക്കെ, സോ DAC എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ 8-bit ഹൈ സ്പീഡ് കറണ്ട് ഔട്ട്പുട്ട് ഡാറ്റ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇറ്റ് ഹാസ് ഗോട്ട് എത്ര പിൻസ് ആണത്? 16 പിൻസ് ആണത്. അതിൽ 8 പിൻ എന്താണ്? ദിസ് യൂസ് ഫോർ ഡിജിറ്റൽ ഇൻപുട്ട് ഡാറ്റ. പിന്നെ നമുക്കുള്ളത് രണ്ട് ഔട്ട്പുട്ട് ആണ്, കോംപ്ലിമെന്ററി ഔട്ട്പുട്ട് ഉണ്ട്. പിന്നെ നെഗറ്റീവ് സപ്ലൈ വോൾട്ടേജും പോസിറ്റീവ് സപ്ലൈ വോൾട്ടേജും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോസിറ്റീവ് റെഫറൻസ് വോൾട്ടേജ് ആൻഡ് നെഗറ്റീവ് റെഫറൻസ് വോൾട്ടേജ്. പിന്നെ ഒരു കോമ്പൻസേഷൻ വോൾട്ടേജിന് ഒരു പിന്നുണ്ട്, ത്രെഷോൾഡ് കൺട്രോളിന് വേറൊരു പിന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് എന്താണ്? നമുക്കിവിടെ മെയിൻ ആയിട്ട് ഇന്റർഫേസിങ് എങ്ങനെയാണെന്ന് മാത്രം പഠിച്ചാൽ മതി. അത് നോർമൽ കേസിൽ മാത്രം മതി. ഓക്കെ, നമ്മൾ ത്രെഷോൾഡ് കൺട്രോളിലോട്ടോ അല്ലെങ്കിൽ കോമ്പൻസേഷൻ വോൾട്ടേജിലോട്ടൊന്നും നമ്മൾ പോകണില്ല. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഈ 8 ഡാറ്റ ഇൻപുട്ട് പിൻസ് നമുക്ക് യൂസ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കറണ്ടിന്റെ ഔട്ട്പുട്ട് എടുക്കുന്നത് നോക്കണം. അതുപോലെ തന്നെ ഈ റെഫറൻസ് വാല്യൂ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കണം. പിന്നെ ഈ ആ സമയത്ത് ത്രെഷോൾഡ് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രൗണ്ട് ചെയ്യാം. പോസിറ്റീവ് റെഫറൻസിൽ വാല്യൂ കൊടുക്കണം, നെഗറ്റീവ് റെഫറൻസ് ഇല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യും? ഗ്രൗണ്ട് ചെയ്യും. അത്രമാത്രം നമുക്കില്ല നോക്കാനുള്ളത്. ഓക്കെ, സോ അത് നമുക്ക് ഇന്റർഫേസിംഗിന്റെ when I discuss about the figure of interfacing DAC 0800 with 8085, you will be understanding it a little more better. Okay, so DAC 0800 means it is an 8-bit high speed current output DAC. Okay, so നമുക്ക് ബേസിക് ആയിട്ട് അതിന്റെ ഉള്ളിലത്തെ സ്ട്രക്ചർ നമ്മൾ കാണിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള R2R ലെയർ ഒക്കെ ഇതിന്റെ ഉള്ളിലുണ്ട്, നമ്മുടെ DAC 0800 ഉള്ളിലുണ്ട്. ഓക്കെ, സോ DAC 0800 ഒരു ഇന്റേണൽ ആയിട്ട് ഒരു ബ്ലോക്ക് ഡയഗ്രാം നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് അതിനുള്ളോട്ടൊന്നും അധികം പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഹൗ ടു ഇന്റർഫേസ് DAC 8085 അതിലോട്ടാണ് പോകുന്നത്. പക്ഷേ നമുക്ക് അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഈ R2R ലെയർ ഉണ്ടെന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ബ്ലോക്ക് ഡയഗ്രാം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ മെയിൻലി ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. ദാറ്റ് ഇസ് ഇന്റർഫേസിംഗ് ഓഫ് DAC 0800 with 8085. സോ നമുക്കിവിടെ 8085 ഉണ്ട്, നമുക്കിവിടെ നമ്മുടെ DAC ഉണ്ട്. Here is 8085, there is DAC. Okay, we know that DAC 0800 do not have any internal latch or current to voltage converter. So we are providing that latch ഉണ്ട്, അതുപോലെ തന്നെ കറണ്ട് വോൾട്ടേജ് കൺവേർട്ടർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഈ ഒരു സ്വിച്ചിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് we are using a 3 to 8 decoder നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 3 to 8 decoder is used for enabling the latch. ഈ ലാച്ചിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ സ്വിച്ചിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മളൊരു 3 to 8 decoder യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ 3 to 8 decoderന്റെ IC ഏതാണ്? 74
LS138 എന്ന് പറഞ്ഞ IC ആണ് we are using as a 328 decoder. We have already discussed this IC in while we discussed about the interfacing of 8085 with the 8255. Okay, പക്ഷെ ഒന്നുകൂടി പറയാം, നമുക്ക് നിങ്ങൾ നോക്കുക. Here we are having 8085. അപ്പോൾ ഈ 8085 80 to 87 means multiplex address and data pin. നമുക്കറിയാം ALE ഹൈ ആവുന്ന സമയത്ത് ഒരു പുതിയ ഓപ്പറേഷൻ whenever a new operation is started by whenever a new operation is started by the microprocessor, ALE goes high. Whenever ALE goes high, നമ്മൾ അത് എന്ത് എനേബിൾ ചെയ്യും? എക്സ്റ്റേണൽ അഡ്രസ് ലാച്ചിനെ എനേബിൾ ചെയ്യും. ഓക്കെ, സോ ഇനി ALE ഹൈ ആയ ALE ലോ ആവുന്ന സമയത്ത് സംഭവിക്കുക AD0 to AD7 ഇനീഷ്യലി സ്റ്റോർഡ് ആയിട്ടുള്ള അഡ്രസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ആവും? It will be transferred to this external address latch so that AD0 to AD7 can now act as data pin. Okay, so AD0 to AD7 എന്ന് പറഞ്ഞാൽ they are multiplex address and data pins ആണ്. So when ALE is high, external memory register എന്തായിരിക്കും? Enable ആയിരിക്കും. Okay, so when ALE goes low, എന്താ സംഭവിക്കുക? AD0 to AD7 the address which was initially stored in AD0 to AD7 will be transferred to this 8-bit address latch, and AD0 to AD7 can now act as a data bus. അതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. AD0 to AD7 നേരെടുത്തുകൊണ്ടാണ് ഡാറ്റ. ഓക്കെ, ഈ ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഇതാണ് നമുക്ക് നമ്മുടെ ഡാറ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇന്റർഫേസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ ഇൻപുട്ട് ആ ഡാറ്റയാണ് അവിടെ കാണിച്ചത്. നൗ ഈ 8-bit അഡ്രസ് ലാച്ചിന് ഔട്ട് വരുന്നതാണ് നമ്മൾ 80 to A7 അഡ്രസ് 80 to A7. ഓക്കെ, അതിൽ നമുക്ക് ഇതൊന്നും ഇപ്പൊ ആവശ്യമില്ല, കാരണം A1 ആൻഡ് A0 നമ്മൾ 8255 8085 നമ്മൾ ഇന്റർഫേസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് 8255 ഇൻപുട്ട് അഡ്രസ് ലൈൻസ് ആയിരുന്നു 80 A1. ഹിയർ വി ആർ ഇന്റർഫേസിംഗ് വിത്ത് DAC. സോ ഡാക്കിന് വേണ്ടി നമുക്ക് എന്തെങ്കില്ല ഇൻപുട്ട് അഡ്രസ് ലൈൻസ് ഒന്നുമില്ല. സോ 80 ആൻഡ് A1 നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സിമിലർലി A2 A3 നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ A0 A1 A2 ആൻഡ് A3 നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ദേ ആർ അൺയൂസ്ഡ് അഡ്രസ് ലൈൻ. അപ്പൊ നമ്മൾ A0 to A7 A0 A1 A2 A3 യൂസ് ചെയ്തിട്ടില്ല. റിമൈനിങ് അഡ്രസ് ലൈൻസ് A4 A5 A6 A7 അത് നമ്മൾ എങ്ങോട്ട് കൊടുത്തു? നമ്മുടെ ഡീകോഡർ 3 to 8 ഡീകോഡറിന്റെ 3 ഇൻപുട്ട് ആയിട്ട് എന്ത് കൊടുത്തു? ഫസ്റ്റ് ഇൻപുട്ട് ഈസ് A4 ഫസ്റ്റ് ഇൻപുട്ട്, then comes A5 and then comes A6. അപ്പോൾ A4 ഉം A5 ഉം A6 ഉം നമ്മൾ എന്തായിട്ട് കൊടുത്തു? They are given as input to the 3 to 8 decoder. ഇനി ഈ 3 to 8 bit decoder, that is 74LS138 IC is basically a chip. So in order to make this active, നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഈ ഒരു 3 പിന്നിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആക്റ്റീവ് ആയാൽ മാത്രമേ എന്താവുള്ളൂ? നമ്മൾ ഈ ചിപ്പ് ആക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, സോ ഈ ഒരു സംഭവത്തിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഈ താഴത്തെ ഈ എന്നുള്ള പിന്നിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? IO/MBAR ആണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്? G1 എന്ന് പറഞ്ഞ പിന്നോട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദിസ് G1 പിന്നോട് കണക്ട് ചെയ്തിട്ടുള്ളത്. സിൻസ് ഇറ്റ് ഇസ് an input output operation, IO/MBAR will be high. So ഈ G1 എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. നൗ ദ നെക്സ്റ്റ് കണ്ടീഷൻ ഈസ് G2 A bar and G2 B bar. ഇത് രണ്ടും 0 ആയാൽ മാത്രമേ, ബിക്കോസ് ഇത് രണ്ടും എന്താണ്? ഈ ആക്റ്റീവ് ലോ ഇൻപുട്ട് പിൻസ് ആണ്. ഇത് രണ്ടും 0 ആയാൽ മാത്രമേ G2 A bar and G2 B bar, if both of them are 0 and also G1 is high, then only the chip 74LS138 will be active. അപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? we already used A4 A5 and A6. remaining there is A7 നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് പിന്നിലോട്ട് കണക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് G2 A bar and G2 B bar. അപ്പോൾ നമ്മൾ A7ന് നമ്മൾ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. A7ന് 0 കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ? G2 A ബാറും G2 B ബാറും എന്താവുള്ളൂ? ആക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, ഇനി ഈ G1 എന്താവും? G1 ആക്റ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് /MBAR ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സിൻസ് ഇറ്റ്സ് ആൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ, IO/MBAR will be high and G1 എന്തായിരിക്കും? എന്തായാലും ആക്റ്റീവ്. അപ്പോൾ G1 ഉം G2 A ബാറും G1 G2 A bar and G2 B bar ഈ 3 പിന്നും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ 3 to 8 ഡീകോഡറിനെ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യണം? നമുക്ക് G2 A ബാറും G2 B ബാറും ആക്റ്റീവ് ലോ ഇൻപുട്ട് ആയതുകൊണ്ട് അതിലോട്ട് 0 കണക്ട് ആയിട്ടുണ്ടാവണം. സോ A7 എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. ആൻഡ് G1ലേക്ക് എന്നാണ് ആക്റ്റീവ് ഹൈ ഇൻപുട്ട് പിന്നാണ്. സോ നമ്മൾ IO/MBAR ഡയറക്റ്റ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആയതുകൊണ്ട് അതിലേക്ക് ഡയറക്റ്റ് എന്താണ് വരിക? 1 തന്നെയാണ് വരിക. സോ ദർ ഇസ് നോ പ്രോബ്ലം. നമുക്ക് 3 to 8 ഡീകോഡർ എന്ത് ചെയ്യാം? നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ 3 to 8 ഡീകോഡർ ഇസ് ആക്റ്റീവ്. ഇനി 3 to 8 ഡീകോഡർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും?
ഇൻപുട്ട് ഔട്ട്പുട്ട് ചിപ്പ് സെലക്ടിന്റെ 7 ഔട്ട്പുട്ട് അതിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ബിക്കോസ് ഇത് 7 അല്ല 0 to 7 എന്ന് പറയുമ്പോൾ 8 3 to 8 ഡീകോഡർ ആണ്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് 8 ഇൻപുട്ട് ഔട്ട്പുട്ട് ചിപ്പ് സെലക്ട് സിഗ്നൽ. നമുക്കതിൽ എന്തുമാത്രം മതി? ഒരൊറ്റ സിഗ്നൽ മാത്രം മതി. ഏതാണ്? ഒറ്റ സിഗ്നൽ മാത്രം മതി ടു മേക്ക് ദി ലാച്ച് എനേബിൾ. ഓക്കെ, ഈ ലാച്ച് എനേബിൾ ചെയ്യാൻ വേണ്ടി ഒരു സിഗ്നൽ മാത്രം മതി. ആൻഡ് നമ്മൾ ഈ ഒരു സിഗ്നൽ ബി സെലക്ടഡ് ഫ്രം ഇൻപുട്ട് ഔട്ട്പുട്ട് ചിപ്പ് സെലക്ടഡ് 7 IOCS 7 എന്നാണ് നമ്മൾ ഈ എനേബിൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇൻ ഓർഡർ ടു എനേബിൾ ദിസ് ലാച്ച് ദാറ്റ് ഈസ് 74LS 273 ഈ എനേബിളിലേക്ക് കൊടുക്കുന്ന ഇറ്റ് ഇസ് എൻ ആക്റ്റീവ് ലോ ഇൻപുട്ട് പിൻ. സോ ഇതിലേക്ക് 0 ആയിരിക്കും കൊടുക്കേണ്ടി വരിക. 0 ആയിരിക്കും നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ ഈ 0ലേക്ക് വന്ന് ഇതിൽ ഈ IOCS 7 0 ആയാൽ എന്താവും? ഈ ചിപ്പ് എനേബിൾ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ സെലക്ട് ചെയ്യുന്നത്? നമുക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് A4 A5 A6 and A7 we can select, we have to select IOCS 7 which is connected to the enable pin of latch 74LS 273. അപ്പൊ നമുക്കിതിൽ 7 സെലക്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്താണ് A4 A5 A6 3 ബിറ്റ് അല്ലെ, 2 raised to 0 2 raised to 1 2 raised to 2 എന്ന് കൊടുക്കാം അല്ലെ. 2 raised to 4 plus 2 plus 1 4 plus 2 plus 1 എന്നാണ് 7. അപ്പൊ നമുക്ക് ഈ 8 എണ്ണത്തിൽ IOCS 0 to 7 വരെ സെലക്ട് ചെയ്യാനുള്ള ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആയിരിക്കും ഈ A4ന്റെയും A5ന്റെയും A6ന്റെയും വാല്യൂസ്. ഓക്കെ, ഇനി ഈ A4 A5 A6 A4 A5 A6 0 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് 0 0 0 ആണെങ്കിൽ നമ്മൾ ഏത് സെലക്ട് ചെയ്യുക? സെലക്ടിങ് ഔട്ട് നമ്മൾ ഈ 3 to 8 ഡീകോഡറിന്റെ IOCS 0 ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ സെലക്ട് ആവുക. ഓക്കെ, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് 0 0 1 then IOCS 1 will be selected. Okay, so here we are using IOCS 7 chip select signal, so we have to give A4 A5 and A6 as 111. Okay, അപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ ബൈനറി അഡ്രസ്സിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ആണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഡിവൈഡ് DAC latch that is 74LS 273 will be enabled. Okay, so ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സ് അഡ്രസ് എന്താണ്? ഡോണ്ട് കെയർ കണ്ടീഷൻ ഒക്കെ we can assume it as considered as 0. Remaining it is 0111. 0111 means it is 7. Okay, so ഇതിനെ നമ്മൾ 0 ആണെങ്കിൽ it is corresponding to the hexadecimal value of 70. Okay, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ we have discussed about the interfacing of DAC 0800 with 8085. നമ്മൾ 8085 ഈ ഒരു കാര്യങ്ങൾ എന്താണ് ലാച്ച് ഉപയോഗിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. We have also discussed about the importance of using this 74LS138 IP, that is 3 to 8 decoder. അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ DAC 0800 എക്സ്റ്റേണലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലാച്ച് യൂസ് ചെയ്യാനുണ്ട്. ആ ലാച്ചിന്റെ ചിപ്പിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? 3 to 8 ഡീകോഡർ യൂസ് ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്ക് എന്താണുള്ളത്? ഇവിടെ നമ്മൾ ഡാറ്റിന്റെ ഔട്ട്പുട്ട് വീണ്ടും കറണ്ട് വോൾട്ടേജ് കൺവേർട്ടറിലോട്ട് പാസ് ചെയ്തിട്ടാണ് നമ്മൾ അനലോഗ് വോൾട്ടേജ് ഔട്ട്പുട്ട് ആക്കി എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബേസിക്സ് ഓഫ് ഇന്റർഫേസിംഗ് ഓഫ് DAC 0800 with 8085. ഓക്കെ, സോ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വി വർ ഡിസ്കസിങ് അബൌട്ട് ദി ബേസിക് ഇൻട്രൊഡക്ഷൻ ഓഫ് DAC. And lastly, നമ്മൾ എന്ത് പറഞ്ഞു? There are 2 types of DAC. In one type of DAC, there will be internal latch and current voltage converters. For example, AD558. Okay, and in some DACs, there won't be any internal latches or current voltage converters. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള DAC 0800. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ DAC 0800 how to interface that particular DAC with 8085 അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്.